ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ സമ്മേളനത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുന്ന നമ്മുടെ സഭയുടെ ബഹുമാന്യനായ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമയിലച്ചൻ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ജനറൽ ബഹുമാന്യനായ ഡോക്ടർ വർഗീസ് അച്ഛൻ, ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട യുഹാനോൻ കെ ബേബി അച്ഛൻ, VBS ഡയറക്ടർ ബഹുമാനപ്പെട്ട ടൈറ്റസ് ജോൺ അച്ഛൻ, സൺഡേ സ്കൂൾ ട്രഷററായി സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട CK ജേക്കബ് സാറ്, സൺഡേ സ്കൂളിൻ്റെ ഹോണററി അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ ചെറിയാൻ തോമസ് സാർ, OVBS സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് സാർ, അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് എക്സാമിനേഷനായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഐബ് വർഗീസ് സാറ്, അതുപോലെ പ്രിയപ്പെട്ട വരുണ്, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സായി സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് വീരപ്പള്ളി സാറ്, ബഹുമാനപ്പെട്ട ബിജു സാറ്, അതുപോലെ ഇന്ന് സൺഡേ സ്കൂളിൻ്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, വിവിധ ഭദ്രാസനങ്ങളിലെ ബഹുമാന്യരായ സൺഡേ സ്കൂൾ ഡയറക്ടേഴ്സ്, ബഹുമാനപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ, സൺഡേ സ്കൂൾ ഇൻസ്പെക്ടേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ്, അധ്യാപക പ്രതിനിധികൾ, പ്രിയരും സ്നേഹിതരുമായ ഏവരുമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ അച്ഛന് ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ ബാവാ തിരുമേനിയാണ് ഔപചാരികമായി എല്ലാ വർഷവും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധ ബാവാ തിരുമേനി അമേരിക്കൻ പര്യടനം നിർച്ചാൽ അപ്പസ്തോലിക്കായിട്ടുള്ള സഭാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പര്യടനത്തിലുമാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹവും എല്ലാ ആശംസയും ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുവാൻ ആദ്യമേ ഞാൻ സമയമെടുക്കുകയാണ്. അതുപോലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ട കൈത്താങ്ങ് തരുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദോസ്, അഭിവന്ദ്യരായ പിതാക്കന്മാർ, നമ്മുടെ സഭാസ്ഥാനീയര്, പ്രിയപ്പെട്ട റോണി വർഗീസ് സെക്രട്ടറി, അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജുമൻ സാറെന്നു വേദിയിൽ ഇരിക്കേണ്ടതാണ്. എന്നാൽ പ്രത്യേകമായി അദ്ദേഹത്തിന് അല്പം ശാരീരിക അസ്വസ്ഥത നിമിത്തം വരില്ല എന്നറിയിച്ചു. അങ്ങനെ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് തണലും കൈത്താങ്ങും ദിശാബോധവും എല്ലാ സഹായവും നൽകുന്ന എല്ലാ വന്യപിതാക്കന്മാരെയും, പരിശുദ്ധ ബാവാ തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ, സഭാസ്ഥാനികൾ എല്ലാവരെയും ഈ സമയം ബലഹീനായ എൻ്റെ നന്ദിയും സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുക. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നല്ലൊരു കേന്ദ്ര ഓഫീസുണ്ട്. അവിടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ താഴോട്ട് ഒരു നല്ല ടീം ഭംഗിയായി അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും പൂർവികരായി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ള
പിതാക്കന്മാരെ ഈ സമയത്ത് ഓർക്കുകയാണ്. അഭിവന്ദനായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നമുക്ക് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയ കെട്ടിടം സ്ഥാപിക്കുവാൻ സാധിച്ചു. അവിടെ ഇന്ന് നല്ല രീതിയിൽ നമ്മുടെ ഓഫീസും കേന്ദ്രവും പ്രവർത്തിക്കുന്നു എന്നതിൽ എനിക്കൊരുപാട് അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറൽ, അദ്ദേഹത്തെ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം, മലങ്കര സഭയിൽ സുപരിചിതനായ ഒരു ആചാര്യശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അക്കാഡമിക് പശ്ചാത്തലമുണ്ട്. തിയോളജിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതുപോലെ തന്നെ സെക്കുലർ മേഖലയിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. മാത്രവുമല്ല വൈജ്ഞാനിക മേഖലകളിലും നമ്മുടെ സഭയുടെ പ്രഭാഷണ പ്രബോധന മേഖലകളിലുമൊക്കെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആചാര്യനാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. ഞാൻ ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് കർത്തവ്യവിലോപമാകും. ഞാൻ ഓരോരുത്തരെയും ഈ പേരെടുത്ത് പറയുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവരെ എല്ലാവരെയും അനുമോദിക്കുവാൻ ഞാൻ ആമുഖമായിട്ട് എടുക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വളരെ ബ്രീഫായി അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഒരു തോന്നലിൽ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം സഭയിലെ 5 നാഴികക്കല്ലുകളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്, വേദപഠനം ഔദ്യോഗികമല്ലെങ്കിലും സഭയിൽ നിർവഹിച്ചിരുന്ന ഉദയംപേരൂർ സുന്നഹദോസ് 1599, കൂനംകുരി സത്യം 1653 അന്നു മുതൽ വളരെ ഓർഗനൈസ്ഡ് അല്ലായിരുന്നു എങ്കിലും വേദപഠനം സഭയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ നാഴികക്കല്ലായി ഞാൻ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ നാഴികക്കല്ല് എന്ന് പറയുന്നത് 1809 കണ്ടനാട് പള്ളിപ്രതിപുരുഷ യോഗം അൽമായ വൈദിക വേദപഠനം വ്യാപിപ്പിക്കുവാൻ തീരുമാനമെടുത്തു. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമെന്നോണം പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനി വളരെ ഓർഗനൈസ്ഡായിട്ട് തന്നെ 1850 ആ ഒരു പീരീഡിലൊക്കെ അദ്ദേഹം ഔദ്യോഗികമായി പുലിക്കോട്ടിൽ തിരുമേനി വേദപഠനം സഭയിൽ ആവിഷ്കരിച്ചു. ഇതാണ് രണ്ടാമത്തെ നാഴികക്കല്ലായി എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് പുലിക്കോട്ടിൽ തിരുമേനി തന്നെ, ഒന്നാം പുലിക്കോട്ടിൽ തിരുമേനിയും രണ്ടാം തിരുമേനിയും പഠിത്ത വീടുകൾ, സെമിനാരികൾ ഒരു വശത്ത്, അതുപോലെ ഞായർ പള്ളിക്കൂടങ്ങൾ മറുവശത്ത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ രണ്ടാമത്തെ നാഴികക്കല്ലാണ്. മൂന്നാമത്തെ നാഴികക്കല്ല് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ 1964 ജൂലൈ 22 പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവ തിരുമേനി MSSഉം MSSSAയും ലയിപ്പിച്ച് OSSAയ്ക്ക് രൂപം കൊടുത്തതാണ്. അതിൻ പ്രകാരം തീർച്ചയായിട്ടും 60 വർഷത്തിൻ്റെ ഒരു ഡയമണ്ട് ജൂബിലി വർഷമാണ് ഇനി നമ്മൾ ആചരിക്കുവാനായിട്ട് പോകുന്നത്. നാലാമത്തേതാണ് മോഡേൺ പീരീഡ്, നമ്മുടെ ഇന്നത്തെ കാലം. ഇന്ന് OSSAയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്ലോബൽ തലത്തിൽ അത് വികസിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള മതബോധനം ഏത് ആധുനിക വിദ്യാഭ്യാസത്തോടും പിടിക്കുന്നതായ ഒരു അടിത്തറയോടുകൂടിയ ഒരു മതബോധന രീതി നമുക്ക് ആവിഷ്കരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ നേട്ടമായി ഞാൻ കാണുകയാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനമെന്ന് പറയുന്ന മഹാകുടയുടെ കീഴിൽ OKR ഉണ്ട്, ഓവർസീസ് ഉണ്ട്,
OGOSS ഉണ്ട്, ഷാപ്പീറോ എന്ന് പറയുന്ന മെൻ്റലി ബോഡിലി ചലഞ്ചറായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൺഡേ സ്കൂൾ പരിപാടികളുണ്ട്. ഇങ്ങനെ പല തലങ്ങളിൽ ഒരു ആധുനിക ചുവയോടുകൂടി ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ബോധന രീതി ആവിഷ്കരിച്ച് ഒരു ഇൻ്റർനാഷണൽ ഡയമെൻഷനിൽ തന്നെ ഗ്ലോബലായി നമ്മുടെ സൺഡേ സ്കൂൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായി ബലഹീനായി ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് ഓറിയൻറ്റഡ്, ഓർത്തഡോക്സി ഓറിയൻറ്റഡ് ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയും വളർത്തുകയും അതോടൊപ്പം ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ ചലഞ്ചുകളെ നേരിടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കെൽപ്പുള്ളവരാക്കുകയും ചെയ്യുന്ന ഒരു സൺഡേ സ്കൂൾ ബോധനവും പ്രവർത്തനവുമാണ് ഇന്ന് കരണീയമായിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ കൊട്ടേഷൻ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്. നീദർ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് നോർ എക്സാം ഓറിയൻറ്റഡ് ബട്ട് ലൈഫ് ഓറിയൻറ്റഡ് എന്നുള്ള ഒരു തലത്തിലാണ് ഇന്നത്തെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് അഭികാമ്യമായിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെ ഇന്നത്തെ കണ്ടംപററി സിറ്റുവേഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശാക്തീകരിക്കുവാനും ബോധവൽക്കരിക്കുവാനും ഇന്നത്തെ സമൂഹത്തിൻ്റെ ചലഞ്ചുകളെ അതിജീവിക്കുവാനും ഓർത്തഡോക്സ് ആരാധന ലിറ്റോർജിക്കൽ തലങ്ങളിൽ ഒരളവ് വരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരഭിമാനമായി സൺഡേ സ്കൂളിൻ്റെ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ സ്വാധീനമായി ഞാൻ കാണുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ഈ പ്രത്യേകിച്ച് ഡയമണ്ട് ജൂബിലി വർഷത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയാണ്. ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി ഇനിയും വേറൊരു എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഒന്ന്, ഇന്നത്തെ സിലബസ് ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അഭിവന്ദ്യനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നപ്പോൾ ഉണ്ടാക്കിയ സിലബസ് അത് ഏറ്റവും അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സിലബസ് ഉണ്ടാക്കി. എന്നാൽ ആ സിലബസിൽ കുറച്ച് സഭാപരവും ഇന്നത്തെ കാലികവും ആരാധനാപരവുമായ കാര്യങ്ങളിലൂടെ ഒന്ന് ചേർത്തുകൊണ്ട് ഇന്നത്തെ കാലികമായ ചുറ്റുപാടിൽ സിലബസ് പരിഷ്കരിക്കേണ്ടതായി റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രോജക്റ്റായിട്ട് നാം എടുക്കുന്നത്. അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽഡായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. രണ്ടാമത്, ഏറ്റവും പ്രധാനമായി നമ്മളൊരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുവാൻ ചിന്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, റിവോൾവിങ് സ്കോളർഷിപ്പ് പരിപാടികളാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, ഒരുപാട് കഴിവുകളും സിദ്ധികളും സാധ്യതകളുമുള്ള കുഞ്ഞുങ്ങളാണ്. പണ്ടത്തെ കുഞ്ഞുങ്ങളെ പോലെയല്ല. ഇപ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ ബോധവൽക്കരണമുണ്ട്. വൈജ്ഞാനിക മേഖലകളിൽ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മുടെ ആധുനിക തലമുറയിലുള്ളത്. ഇവരിൽ ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളെയും ഒന്ന് കണ്ടുപിടിച്ച്, എന്നാൽ സാമ്പത്തികമായി അത്ര പശ്ചാത്തലമില്ലാത്ത പല കുഞ്ഞുങ്ങളുണ്ട്.
അവരുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും അനുസരിച്ച് വളരുവാൻ സാമ്പത്തിക പശ്ചാത്തലമില്ലാത്ത പല കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടുപിടിച്ച് അവരെ സൺഡേ സ്കൂൾ പ്രവർത്തകരുടെ പ്രപ്പോസലോടുകൂടി കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അതിലേറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഒരു 10-15 പേരെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് അവർക്ക് അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ട കൈത്താങ്ങ് ഒന്ന് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി, അത് തീർച്ചയായിട്ടും നടത്തുവാൻ തക്കവണ്ണം നാം മുന്നോട്ട് പോകുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അതിലുണ്ടാകണം. കാരണം അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയുടെ അഭിമാനമായിരിക്കും, സഭയുടെ ജുവൽസ് ആയിരിക്കും. സഭയെ സംബന്ധിച്ച് അവർക്ക് അഭിമാനമുണ്ടാവും. അത് സഭയ്ക്ക് സ്വത്താണ് എന്ന് ഞാൻ കരുതുകയാണ്. ആ ഒരു പ്രവർത്തനം ഇനിയും എക്സിക്യൂട്ടീവ് യോഗം ഈ ഒക്ടോബർ മാസം തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിളിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാ മേഖലകളിലും ആവാം. ഈവൻ പൊളിറ്റിക്സ് മേഖലകളിൽ താല്പര്യവും അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് ആ മേഖലയിൽ വളർത്തിയാലും നല്ലതാണ്. അക്കാഡമിക് മേഖലകൾ, മെഡിക്കൽ മേഖലകൾ, എഞ്ചിനീയറിംഗ്, എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ട് അവർ വളർന്നു വന്ന് അവർ സ്വന്തമായി സമ്പാദിക്കുന്ന ഒരു കാലം വരുമ്പോൾ അവരെ കൈത്താങ്ങി സഭയെ മറക്കാതെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് തിരികെ അവരെ കൊടുക്കുവാൻ സാധിക്കണം. അതുകൊണ്ടാണ് അതിന് പേരിട്ടിരിക്കുന്നത് റിവോൾവിംഗ് സ്കോളർഷിപ്പ് പദ്ധതി എന്നതിന് പേരിട്ടിരിക്കുന്നത്. ഈ 2 പ്രോജക്റ്റുകളാണ് നാം ഈ വർഷം പ്രധാനമായി ഊന്നൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും ഈ അധ്യക്ഷ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. 5 ആശയങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്, ഒരു വിശദീകരണവുമില്ലാതെ. ഒന്നാമതെനിക്ക് പറയുവാനുള്ളത് സദൃശ്യവാക്യം 22-ാം അധ്യായം 6-ാം വാക്യം, ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ ആൻഡ് വെൻ ഹി ഈസ് ഓൾഡ് ഹി വിൽ നോട്ട് ഡിപ്പാർട്ട്. ഈ വാക്യം, അതായത് ഒന്നാമത്തെ ആശയം നിങ്ങളുടെ മുമ്പിൽ ചിന്തയ്ക്കായി ഞാൻ വെക്കുന്നത്, സൺഡേ സ്കൂൾ ഫോർ ലേയിങ് ഡോഗ്മാറ്റിക്, ബിബിളിക്കൽ, ക്രിസ്ത്യൻ, എത്തിക്കൽ, മോറൽ ആൻഡ് ലിറ്റോർജിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് വേ ഓഫ് ലൈഫ്. അപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഒരു ഫൗണ്ടേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലുള്ള വിവിധ തലങ്ങൾ, ക്രിസ്ത്യൻ, എത്തിക്കൽ, മോറൽ, liturgical, biblical and faith oriented, that is dogmatic. ഈ മേഖലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ ഇടണം. അതാണല്ലോ വാക്യം. ഒരു കുഞ്ഞിനെ ബോധവൽക്കരിച്ചാൽ അവൻ വൃദ്ധനായാലും മറക്കത്തില്ല എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ ആശയം. അതിൻ്റെ ഗഹനതയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ ആശയം, ക്രിസ്ത്യൻ വിറ്റ്നസിങ് ഇൻ എ മോഡേൺ വേൾഡ്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ലോകം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വേണ്ട ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ചലഞ്ചസിനെ അഭിമുഖീകരിക്കുവാൻ, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിറ്റ്നസിങ് ഉണ്ടാകുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് അവരെ ഒന്ന് കൈപിടിച്ച് ഒന്ന് നടത്തിക്കൊണ്ട് പോകുവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അടിസ്ഥാനമെങ്കിലും ഒരു ഓറിയൻറ്റേഷനെങ്കിലും കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഇതാണ് രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം, കുഞ്ഞുങ്ങളെ അവരിൽ കൾട്ടിവേറ്റിംഗ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻ്റൽ അവെയർനെസ് ആൻഡ് ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ചർച്ച് കമ്മിറ്റ്മെൻറ്റ്. അത് പ്രത്യേകിച്ച് വളരെ ആവശ്യമുള്ളതാണ്. സാമൂഹ്യവും അതേസമയം പരിസ്ഥിതിപരവുമായ ഒരു അവെയർനെസ്
അതിനോടുള്ളൊരു റെസ്പോൺസിബിലിറ്റി, ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി. നാലാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രൊമോട്ടിങ് ഹെൽത്തി, ഹാപ്പി ആൻഡ് ലോ അബൈഡിങ് പേഴ്സണൽ ലൈഫ് ആസ് വെൽ ആസ് ഫാമിലി ലൈഫ്. ഇന്ന് ഒരു ജീവന ശൈലി, ആരോഗ്യകരമായൊരു കുടുംബജീവിതം, ആരോഗ്യകരമായ സഭാജീവിതം, അത് വ്യക്തിപരമായ തലത്തിലും കുടുംബതലത്തിലും സഭാതലത്തിലും ജീവിക്കുവാനുള്ള ഒരു പ്രൊമോട്ടിങ്, അത് സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യമായി തീരട്ടെ. അഞ്ചാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. എൻഷുറിങ് ജോയ്ഫുൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. ഒരുപാട് പഠിച്ചിട്ടുള്ള പല കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അവരുടെ മേഖലകളിൽ അത്യുന്നതന്മാരായിരിക്കാം. അത് ഡോക്ടേഴ്സ് ആയാലും കൊള്ളാം, എഞ്ചിനീയേഴ്സ് ആയാലും കൊള്ളാം, സയൻറ്റിസ്റ്റ് ആയാലും കൊള്ളാം. പ്രത്യേകിച്ച് ഞാനൊരു അധ്യാപകൻ കൂടിയായതുകൊണ്ട് പല മേഖലകളിലുള്ളവരെ അറിയുകയും അങ്ങനെയുള്ളവരെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ഫെലോഷിപ്പ് ടെൻഡൻസി ഇല്ലാതെ പോവുകയാണ്. ഐസൊലേറ്റഡ് തുരുത്തുകളിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ ഈ ഏജിലാണ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫെലോഷിപ്പ്. എങ്ങനെയാണ് ഒരു ഫെലോഷിപ്പ്, പോസിറ്റീവ് ഹെൽത്തി ഫെലോഷിപ്പ് എങ്ങനെയാണ് നയിക്കേണ്ടത്, അതിൻ്റെ ബാലപാഠങ്ങളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാനിടയായാൽ ഇങ്ങനെ ഉന്നത തലങ്ങളിലുള്ള ഐസൊലേറ്റഡ് തുരുത്തുകളിലുള്ള പല ശ്രേഷ്ഠന്മാരെ എനിക്കറിയാം. അവരെയൊക്കെ ഒരു ക്രിസ്തീയ ഫെലോഷിപ്പിൻ്റെ അനുഭവത്തിലേക്ക്, അത് നമ്മുടെ സഭയെ ശാക്തീകരിക്കും, ഇടവകകളെ ശാക്തീകരിക്കും, ഭദ്രാസനങ്ങളെ ശാക്തീകരിക്കും, സംശയമില്ല. അതുകൊണ്ട് ഐസൊലേറ്റഡ് തുരുത്തുകളിൽ നിന്ന് ക്രിയാത്മകമായി ഒരു ഫെലോഷിപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനുള്ള ഒരു പ്രേരണ കൂടെ സൺഡേ സ്കൂളിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഞാൻ വാക്കുകളെ നിർത്തട്ടെ, അധികമായി ഒന്നും പറയുന്നില്ല. ഇത്രയും ബന്ധപ്പെട്ട പല ദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകരെയും ഇതിൻ്റെ പ്രധാന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നിറഞ്ഞ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു, പ്രാർത്ഥനയെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം.